പാണക്കാട്ട് യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യം ഇങ്ങനെ അനന്തമായി നീളുന്നതിൽ വലിയ അതൃപ്തിയാണ് മുസ്ലിം ലീഗിന്. ആ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന നേതൃയോഗത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനവുമായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് വെച്ച് ചേർന്ന സംസ്ഥാന നേതൃത്വത്തിലായിരുന്നു വിമർശനമുണ്ടായത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച ശേഷം ലീഗ് നിലപാട് വ്യക്തമാക്കാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ പീരീഡല്ല. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകും. ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ. യെസ്, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. ശിവദാസ് കന്മനമുണ്ട് മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് വിശദാംശങ്ങൾ നൽകാനായി. ശിവദാസ്, ആദ്യം ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് എന്താണ് പ്രശ്നം? സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് വൈകുന്നതാണോ പ്രശ്നം, അതോ ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ മതി പക്ഷേ ആ പ്രഖ്യാപനം വൈകുന്നു? ഇതിൽ മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണ്? മുസ്ലിം ലീഗ് ഇപ്പോഴും കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തരമായി പാണക്കാട് വെച്ച് സംസ്ഥാന നേതൃയോഗം വിളിച്ചത്. ഒരു അടിയന്തര നേതൃയോഗമാണ് വിളിച്ചത്. ഇപ്പോൾ ഏകദേശം 10 ദിവസമായി ഫലം വന്നിട്ട് ഇപ്പോഴും കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. അതിൽ വലിയൊരു അതൃപ്തി തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത്. കൃത്യമായി തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്രയും ദിവസം കാത്തിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം അവർ കൃത്യമായി തന്നെ ഒരു കൃത്യമായ അജണ്ടയും അവർക്ക് കൃത്യമായ ലക്ഷ്യമൊക്കെ ഉണ്ട്. അത് നടപ്പാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ആണ് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഇതിങ്ങനെ അനന്തമായി നീളുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്, ചില പദവികൾ ഉണ്ട്. അത് ആവശ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഭരണത്തിൽ UDF ഭരണത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് വളരെ നിർണായകമായ ചില വകുപ്പുകൾ അവർ നേടിയെടുത്തിരുന്നത്. തദ്ദേശം പോലുള്ള വകുപ്പുകൾ, അതോടൊപ്പം തന്നെ വ്യവസായം, വിദ്യാഭ്യാസം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പുകൾ അവർ നേരത്തെ തന്നെ കൈക്കലാക്കിയിരുന്നു. അത് ഇത്തവണയും അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നേടിയെടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പക്ഷേ ആ ലക്ഷ്യം ഇപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഇപ്പോഴും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. അത് അനന്തമായി നീളുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഏകദേശം 10 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുള്ളത്. മുസ്ലിം ലീഗ് തീരുമാനിച്ചു വെച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് അടിയന്തര യോഗം ചേർന്നതും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതും. ഇതിൻ്റെ ഒരു അതൃപ്തി അവർ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി അതിനുശേഷം ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലീഗിന്റെ പ്രശ്നം എന്താണ് എന്നത് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കും ചോദിക്കാനുള്ളത്. VD സതീശനെ മുഖ്യമന്ത്രിയായി ഉടൻ പ്രഖ്യാപിക്കാത്തതിലുള്ള അതൃപ്തിയാണോ, അതോ കോൺഗ്രസ് ആരെങ്കിലും പ്രഖ്യാപിക്കട്ടെ, അതെന്തിനാണ് ഇങ്ങനെ വൈകുന്നത്, ആ അതൃപ്തിയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.